IC ബാലകൃഷ്ണൻ MLA ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. MLA, ഇതിപ്പോൾ വയനാട്ടിൽ മാത്രമല്ല, ഇത് തുടർക്കഥയാവുകയാണ്. ഇന്നിപ്പോൾ മനുവിന് കൂടി ജീവൻ നഷ്ടമായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ച് ഒരു വിവരമില്ല. അതീവ ദാരുണമായ സംഭവമാണ്. താങ്കളുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ? ഇത് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്താണ്. വയനാട് എന്റെ നിയോജക മണ്ഡലത്തിലെ കർണാടക തമിഴ്നാട് ബോർഡറായ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ്. മനു എന്ന കാപ്പാട് കോളനിയിലെ 45 വയസ്സുകാരനാണ് ആന കൊലപ്പെടുത്തിയത്. എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഇദ്ദേഹം തമിഴ്നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. ജോലി കഴിഞ്ഞ ഭാര്യയും ഭർത്താവും കൂടി തിരിച്ചു വരികയാണ്. ഉന്നതിയിലേക്ക് വരുമ്പോഴാണ് സംഭവം ഉണ്ടായത്. ആ സംഭവ സ്ഥലത്ത് വെച്ച് ഭാര്യയെ മിസ്സിംഗ് ആണെന്ന് പറയുന്നു. ഇപ്പൊ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള എല്ലാവരും തെരഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് വയനാട് ജില്ലയിലും മറ്റ് ജില്ലകളിലൊക്കെ. കാരണം ഇതിനൊരു ശാശ്വതമായ പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. കാരണം മനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം ദിവസങ്ങളോളം ജോലി ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരവെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഉന്നതിയിൽ എത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. കാരണം നൂൽപ്പുഴ മേഖലയിൽ ലീസ് കർഷകരാണ് ഏറെ താമസിക്കുന്നത്. ആ മേഖലയിലാണ് ഈ സംഭവം ഉണ്ടായെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായിരുന്നാലും ജനവാസ കേന്ദ്രത്തിലാണ്, വനത്തിന്റെ അകത്തല്ല എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമാണ്. അപ്പൊ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും മറ്റുള്ള ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ വ്യക്തമായ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഞാൻ കൂടുതൽ പ്രതികരിക്കാം. MLA, ഇതിപ്പോൾ ഈ സ്ഥലത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ റിപ്പോർട്ടർ അടക്കം അവിടെ നിന്ന് നൽകുന്ന വിവരം ഇത്തരത്തിൽ വനത്തോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ കാട്ടാന ആക്രമണം അടക്കം നേരത്തെയും ഉണ്ടായ ഒരു പ്രദേശമാണ്, അത്തരത്തിലുള്ള സ്ഥലമാണ് എന്ന്. അപ്പോൾ അവിടെ കാര്യമായി സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നതാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. നിങ്ങളുടെ റിപ്പോർട്ട് ചെയ്ത് വളരെ കറക്റ്റാണ്. കാരണം ഒരു ശാശ്വതമായ പരിഹാരം എവിടെയുമില്ല. കാരണം അനുവദിച്ച പദ്ധതികളൊന്നും നടപ്പാക്കാൻ ഈ ഉദ്യോഗസ്ഥ മേഖലയിലും അതോടൊപ്പം തന്നെ വകുപ്പും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് കഥകൾ ഇതിൻ്റെ അകത്ത് പറയാനുണ്ട്. ഞാനതിപ്പോ പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി മാറും. രാഷ്ട്രീയമല്ല അവിടെ വേണ്ടത്. അത് ശാശ്വതമായ പരിഹാരം എന്താന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഇന്ന് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വനവകുപ്പ് മന്ത്രിയെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും കാണുന്നുണ്ട്. ഈ കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തും. MLA, അതോടൊപ്പം തന്നെ ഈ മനുവിന്റെ ഭാര്യയെ പറ്റി നിലവിൽ ഒരു വിവരവുമില്ല. അവർക്കായി ഏത് രീതിയിൽ തെരച്ചിൽ നടക്കുന്നു എന്നാണ് താങ്കൾക്ക് അറിയാൻ കഴിയുന്നത്? ഇപ്പോൾ ബന്ധപ്പെട്ടപ്പോ ഇവര് രണ്ടുപേരും കൂടി, ഭാര്യയും ഭർത്താവും കൂടിയാണ് തമിഴ്നാട്ടിൽ നിന്നും ജോലി കഴിഞ്ഞ് തിരിച്ചു വരവാണ് സംഭവം ഉണ്ടായത്. ഭാര്യ മിസ്സിംഗ് ആണെന്ന് പറയുന്നു. ഇപ്പോൾ ഞാൻ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു. അവരെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെ ഞാൻ നിങ്ങളുടെ പ്രതികരിച്ചോളാം.